ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ബാറ്റിൽ ഓഫ് ഗൽവാൻ റിലീസിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും പാത്രമായിരിക്കുകയാണ്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിൽ അരങ്ങേറിയ ഗൽവാൻ സംഘർഷത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രം രാജ്യസ്നേഹത്തിന്റെ പ്രാധാന്യം നൽകുന്ന ഒന്നാണെങ്കിലും ഇതിലെ പുതിയ ഗാനം പുറത്തു വന്നതോടെ ആരാധകർ പോലും അമ്പരപ്പിലാണ്. മാതൃഭൂമി എന്ന ഗാനരംഗങ്ങളിലെ സൽമാൻ ഖാന്റെ പ്രകടനമാണ് ഇപ്പോൾ ട്രോളർമാർക്ക് വലിയ വിരുന്നായി മാറിയിരിക്കുന്നത്. ഗാനത്തിലെ വരികൾക്കനുസരിച്ച് ലിപ്സിങ്ക് ചെയ്യുന്നതിലോ ആവശ്യമായ ഭാവങ്ങൾ മുഖത്ത് വരുത്തുന്നതിലോ താരം അമ്പേ പരാജയപ്പെട്ടു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം. വളരെ ഉയർന്ന പിച്ചിൽ പാടിയിരിക്കുന്ന ഗാനത്തിന് ഒട്ടും അനുയോജ്യമില്ലാത്ത രീതിയിൽ തികച്ചും വിരസമായ ഭാവങ്ങളോടെയാണ് സൽമാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഗാനത്തിന്റെ ഗൗരവമോ അതിലെ വൈകാരികതയോ ഒട്ടും ഉൾക്കൊള്ളാതെ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാതെ അഭിനയിച്ചതാണ് പ്രേക്ഷകരെ ചൊടിപ്പിച്ചത്. സാധാരണഗതിയിൽ സൽമാൻ ഖാൻ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടുകൾ ഇടം പിടിക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി പാട്ടിന്റെ ആസ്വാദനത്തെ തന്നെ ബാധിച്ചുവെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അരിജിത് സിംഗ് പിന്നണി ഗാനരംഗത്ത് നിന്നും വിരമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ സൽമാൻ ഖാന്റെ ഈ പ്രകടനം കണ്ടിട്ടാണോ അദ്ദേഹം ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന രീതിയിലുള്ള തമാശ രൂപേണയുള്ള കമന്റുകളും റീലുകളും ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അരിജിത്തിന്റെ ശബ്ദത്തിൽ പുറത്തു വന്ന അവസാന ഗാനങ്ങളിൽ ഒന്നായ മാതൃഭൂമിയോട് നീതി പുലർത്താൻ താരത്തിന് കഴിഞ്ഞില്ലെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും പക്ഷം. ഗാനത്തിന് മുൻപ് പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസറും സമാനമായ രീതിയിൽ പരിഹസിക്കപ്പെട്ടിരുന്നു. ഗൽവാൻ താഴ്വരയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ചൈനീസ് പട്ടാളക്കാരെ പ്രതിരോധിക്കാൻ തടികഷ്ണവുമായി നിൽക്കുന്ന സൽമാൻ ഖാന്റെ രംഗങ്ങൾ ഗൗരവത്തോടെ കാണാൻ സാധിക്കില്ലെന്നാണ് വിമർശകർ പറയുന്നത്. ഒരു സൈനികന്റെ മുഖത്തുണ്ടാകേണ്ട പോരാട്ട വീര്യത്തിന് പകരം സൽമാന്റെ മുഖത്ത് പ്രണയാതുരമായ അല്ലെങ്കിൽ ഒരുതരം റൊമാൻറ്റിക് ഭാവമാണ് കാണാൻ കഴിയുന്നതെന്ന് ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായൊരു ചരിത്ര സംഭവത്തെ സിനിമയാക്കുമ്പോൾ പുലർത്തേണ്ട സൂക്ഷ്മത സംവിധായകനോ നടനോ കാട്ടിയില്ല എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ശക്തമാണ്. അപൂർവ ലാഖ്യ സംവിധാനം ചെയ്ത ഈ ചിത്രം ഏപ്രിൽ 17 തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ പ്രമേയം വലിയ പ്രാധാന്യമുള്ളതാണെങ്കിലും മേക്കിങ്ങിലെ പോരായ്മകളും താരത്തിന്റെ അമിതമായ ആത്മവിശ്വാസം പ്രകടനത്തിൽ നിഴലിക്കുന്നതുമാണ് ചിത്രത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇന്ത്യൻ സൈനികരുടെ വീര്യത്തെയും ത്യാഗത്തെയും പുകഴ്ത്താൻ ഒരുക്കിയ ചിത്രത്തിൽ സൽമാനെ പോലൊരു സൂപ്പർ താരത്തെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ പാഴ്ചകൾ സിനിമയുടെ ബോക്സ് ഓഫീസിൽ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും സിനിമാ വൃത്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തന്റെ ആരാധകരിൽ സൽമാൻ ഖാൻ ഇപ്പോഴും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും സിനിമ പുറത്തു വരുമ്പോൾ ഇത്തരം വിമർശനങ്ങളെയും ഇല്ലാതാക്കുമെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഏതായാലും ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന ചിത്രം റിലീസിന് മുമ്പേ തന്നെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പുറത്തു വരുമ്പോൾ സൽമാൻ ഖാൻ ഈ വിമർശനങ്ങൾക്ക് എങ്ങനെയൊക്കെ മറുപടി നൽകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്.